ഹലോ. കുറേ ദിവസമായി ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. നമ്മുടെ കല്യാണ സീസണൊക്കെ ആയ കാരണം 1-2 വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പണിപ്പുരയിലേക്ക് കടന്നപ്പോഴുള്ള കുറച്ച് വീഡിയോസാണിത്. വീണ്ടും ഒരു 2-3 വർക്ക് അടുപ്പിച്ച് വന്നപ്പോൾ ഞാൻ എല്ലാം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാതും അതത് സ്ഥലത്ത് അടുക്കി പെറുക്കി വെക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇത്. നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബീഡ്സിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സുകളും കണ്ടെയ്നേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒതുക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് സ്റ്റോക്കൊക്കെ എടുത്ത് നല്ലത് എടുത്ത് വെച്ചിട്ട് വേണ്ടാത്തതും കളർ പോയ ഷെയ്ഡ് കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോക്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അത്യാവശ്യം ഒരു നല്ല പർച്ചേസായിരുന്നു. മേടമാസം ആയതുകൊണ്ട് തന്നെ നല്ല കല്യാണങ്ങളൊക്കെ ഉള്ള ഒരു ടൈമാണ് കേട്ടോ. നമുക്ക് തന്നെ ഒരു 2-3 വർക്ക് അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ബ്ലൗസ് നമുക്ക് സെയിം ചെയ്യാറുള്ള അതേ റെഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വൈറ്റ് സ്റ്റോൺ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ബ്ലൗസിൽ നമ്മൾ സ്റ്റോൺ ചെയിൻസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് ബോർഡർ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റുള്ളൊരു മെയിൻ പണി എന്നുള്ളത്. കാരണം നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ചെയിൻസൊക്കെ ഒന്ന് ഒട്ടി സെറ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടതും. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് നമുക്ക് ഫുള്ള് വർക്ക് തന്നെയാണ്. കുറച്ച് ദിവസം വർക്കൊന്നുമില്ലാതെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കും മടിയൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഏതൊരു കാര്യവും നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നുമൊന്നുമില്ല. പിന്നെ നമുക്കുള്ള ഏതൊരു വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ ഇത്, അതായത് എൻ്റെ പോക്കറ്റ് മണി. അപ്പോൾ എനിക്ക് അതിനോടൊരു ഉത്സാഹം കുറച്ച് കൂടുതലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കിന് കുറച്ച് പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. കാരണം ഇത് ഏട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫിനുള്ളതാണ്, വുഡ്വിക്കുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൗസ് അടിപൊളിയാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡർ ഹൈലൈറ്റിംഗ് ഡിസൈനാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഫറൻസ് പിക്ചർ അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഓക്കെ ആയിട്ട് ഏകദേശം അതേപോലെ തന്നെയാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വർക്കിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത് കുന്തൻ സ്റ്റോൺ തന്നെയാണ്. കാരണം കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വർക്കിന് പ്രത്യേക ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാകും. ഈ റെഡ് കളറിൽ വൈറ്റ് സ്റ്റോൺസ് വരുമ്പം നല്ല എടുത്ത് കാണിക്കും. എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വർക്ക് ഈസി ആയിട്ട് തോന്നാറുള്ളത് ബോർഡർ ഹൈലൈറ്റിംഗ് വർക്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ അതിനും അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ B7000 ഗ്ലൂ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യണം, പിന്നെ സ്റ്റോൺ ഒട്ടിക്കണം, അത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ ഗ്ലൂ എവിടെ ആവാതെ നമ്മുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ എവിടെ ആവാതെ നമ്മൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണം.